കർഷകരോഷമുയരുന്ന ഹരിയാനയിലാണ് ആറാം ഘട്ടത്തിൽ ബി.ജെ.പി ഏറ്റവും അധികം പരീക്ഷണം നേരിടുന്നത്. 2019 സമ്പൂർണ്ണ വിജയം ബി.ജെ.പി നേടിയിരുന്നു. എന്നാൽ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഹരിയാനയിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വളരെ വലിയ ആശങ്കയിലാണ് ബി.ജെ.പി. കർഷകരോഷവും അഗ്നിവീർ പദ്ധതിയും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമെല്ലാം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്ക ബി.ജെ.പിക്കുണ്ട്. അതേസമയം ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 10 സീറ്റിലും ജയം. 2019 ഹരിയാന ജനത ബി.ജെ.പിക്ക് നൽകിയത് സമ്പൂർണ്ണ ജയമായിരുന്നു. എന്നാൽ 2024 ആയപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തകിടം മറിഞ്ഞു. ഗോതമ്പും ചോളവും വിളയുന്ന പാടങ്ങളിൽ നിന്നും കർഷകർ നരേന്ദ്രമോദി സർക്കാരിനെ വെല്ലുവിളിച്ച് കൂട്ടത്തോടെ ദില്ലി അതിർത്തികളെ വളഞ്ഞു. നാണ്യവിളകൾക്ക് മിനിമം താങ്ങൂലെന്ന നരേന്ദ്രമോദിയുടെ വാഗ്ദാനം പാലിക്കാത്തതാണ് കർഷകരോഷം പുകയാൻ കാരണം. ഇത്തവണ കർഷക വിരുദ്ധ വോട്ടുകൾ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് हरियाणा किसान सभा संस्थान सेक्रेटरी सुमित तलाड़. हरियाणा के देश के किसानों के साथ विश्वासघात किया, धोखा किया, जिससे काफ़ी नाराज़गी है लोगों के अंदर. और इस बार के जो लोकसभा चुनाव हैं उनमें एंटी बीजेपी वोट करेंगे. कर्नाल मंडलത്തിൽ മത്സരിക്കുന്ന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഉൾപ്പെടെ കർഷകരോഷം ഏറ്റുവാങ്ങേണ്ടി വന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തെ പോലും കർഷക ഗ്രാമങ്ങളിൽ വിലക്കി. എന്നാൽ ഇതെല്ലാം വെറും വ്യാജ പ്രചരണമാണെന്നാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. जो फार्मर्स इशू की आप बात कर रहे हैं, ये पॉलिटिकल इशू था. फार्मर्स इशू तो ये क्रिएटेड इशू था, ये फार्मर इशू नहीं था. ये पर्टिकुलर लोगों के का क्रिएट किया हुआ इशू था. ये ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി 9 ഇടങ്ങളിൽ കോൺഗ്രസും ഒരിടത്ത് ആം ആദ്മിയും ആണ് മത്സരിക്കുന്നത്. കുരുക്ഷേത്ര മണ്ഡലത്തിലാണ് ആം ആദ്മി മത്സരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡ മത്സരിക്കുന്ന രോഹ്തക്കും താരമണ്ഡലമാണ്. ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് തൂത്തുവാരുമെന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ. It looks like there is wave in favor of the Congress. When there is wave in favor of some party, that is a clean sweep. 45 ഡിഗ്രി മുതൽ 47 ഡിഗ്രി വരെയാണ് ഹരിയാനയിലെ ചൂട്. ഈ കൊടും ചൂടിലും വലിയ പ്രചരണമാണ് പരമാവധി വോട്ടർമാരിലേക്ക് എത്താൻ വേണ്ടി എല്ലാ മുന്നണികളും നടത്തിയത്. ഇത് ഫലം കണ്ടോ എന്ന് നാളെ പോളിംഗ് ബൂത്തിൽ അറിയാം. ക്യാമറമാൻ സഞ്ജയ് കശ്യപുരം, ഡൊമിനിക് സാബിക്കുമൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, റോഹ്തക്.